ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദി ലൈൻ ഈസ് ബാക്ക്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ നാളെ കാത്തിരുന്ന സൂര്യയുടെ കങ്കുവയ്ക്കും റെട്രോയ്ക്ക് ശേഷം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ കറുപ്പ് എത്തിക്കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങളായി റിലീസുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രതിസന്ധികളും തർക്കങ്ങളും നിലനിന്നെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് ചിത്രം നടത്തുന്നത്. ആദ്യ ദിനം തന്നെ ലോകമെമ്പാടുമായി ഏകദേശം 20 കോടിയിലധികം രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത്. പക്ക തിയേറ്റർ സെലിബ്രേഷൻ മൂഡ് തരുന്ന ഒരു ചിത്രമാണിത്. OTTയിൽ നമ്മൾ കണ്ട് കൈയടിച്ച ജയ് ഭീം, സുരൈ പോട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു സൂര്യപടം എങ്ങനെ എൻജോയ് ചെയ്യണം എന്നീ ചിത്രം കാണിച്ചിരുന്നു. ലോവർ ബെഞ്ചിലെ വിസിലേഡിയും തിയേറ്ററിലെ പൂരവും തിരികെ കൊണ്ടുവരാൻ RJ ബാലാജി എന്ന ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ വളരെ ഇമോഷണലായാണ്. സാധാരണ RJ ബാലാജി പടങ്ങളിൽ കാണുന്ന കോമഡി ട്രാക്കിൽ നിന്നും മാറി വളരെ ഗൗരവമുള്ള പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. തമിഴ്നാട്ടിലെ 7 വെൽസ് ഡിസ്ട്രിക്ട് കോർട്ടിലെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. അവിടെ പണവും സ്വാധീനവും ഉള്ളവർക്ക് വേണ്ടി മാത്രം നിയമം മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അഴിമതി നിറഞ്ഞ വ്യവസ്ഥയിലേക്ക് ബിനു, അനഘമായ രവി, അവളുടെ അച്ഛൻ ഇന്ദ്രൻസ് എന്നീ സാധാരണക്കാരായ മലയാളി കഥാപാത്രങ്ങൾ നീന്തി നേടി വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ്റെ പ്രകടനമാണ്. തമിഴ് സിനിമയിൽ സാധാരണയായി മലയാളികളെ കാണിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് രീതികളിൽ നിന്നും മാറി വളരെ റിയലിസ്റ്റിക് ആയ ഒരു വേഷമാണ് ഇന്ദ്രൻസ് ചേട്ടൻ ലഭിച്ചിരിക്കുന്നത്. കോർട്ട് പരിസരത്ത് വെച്ച് ഇന്ദ്രൻസ് ചേട്ടൻ തൻ്റെ അഭിനയ മികവ് പുറത്തെടുക്കുന്ന ഒരു സീനുണ്ട്. അവിടെ അദ്ദേഹം സൂര്യ പോലൊരു വലിയ താരത്തെ പോലും സൈഡിലാക്കി കളയുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നിയമവ്യവസ്ഥ തോറ്റെടുത്ത് സാധാരണക്കാരുടെ പ്രാർത്ഥന കേട്ട് തമിഴ് ജനതയുടെ കാവൽ ദൈവമായ കറുപ്പുസ്വാമി മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അവതരിക്കുന്നതാണ് ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ട്. സൂര്യ ഇവിടെ 2 ലെയറുകളാണ് വരുന്നത്. ഒന്ന് കറുപ്പുസ്വാമിയുടെ ആ ദൈവികമായ ഗോഡ് മോഡ്, മറ്റൊന്ന് ഗ്രാമീണനായ ശരവൺ എന്ന വക്കീൽ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ മസാല പാക്കേജാണ്. ഒപ്പം ശക്തമായ ഇമോഷണൽ കണക്ഷനുമുണ്ട്. അഴിമതിക്കാരനായ വക്കീൽ ബേബി കണ്ണൻ, RJ ബാലാജി, കറുപ്പുസ്വാമി ഒരു ചലഞ്ച് ചെയ്യുന്നു. ദേവീ ശക്തികൾ ഉപയോഗിക്കാതെ ഒരു സാധാരണ മനുഷ്യനെ ഈ വ്യവസ്ഥിതിയെ മാറ്റി കാണിക്കൂ എന്നാണ് ഒരു കോൺഫ്ലിക്റ്റ് സിനിമയുടെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇൻ്റർവെൽ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിൽ കത്തുകയാണ്. സായി അഭയങ്കറിൻ്റെ BGM സൂര്യയുടെ ആ കണ്ണുകൾ ആവേശിച്ചു വരുമ്പോൾ സ്ക്രീനിൽ തികച്ചും ഒരു ഗോഡ് മോഡ് തന്നെയാണ് അനുഭവപ്പെടുക. വിജയ്, അജിത് തുടങ്ങിയ മുൻനിര താരങ്ങളുടെ സിനിമയിൽ ചില തമാശ റെഫറൻസുകളും സൂര്യയുടെ പഴയ സിനിമയിലെ മാസ് ഡയലോഗും കൃത്യമായി പ്ലേസ് ചെയ്ത് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ജസ്റ്റ് പരിശോധിക്കാം. സൂര്യ തൃഷ കോംബോ. നീണ്ട 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൂര്യയും തൃഷയും ഒന്നിക്കുന്നത്. ഇതിൽ തൃഷ ഒരു വക്കീൽ സുഹൃത്തായാണ് വരുന്നത്. അവരുടെ കെമിസ്ട്രി വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ തൃഷയുടെ പ്രീതി എന്ന കഥാപാത്രത്തിന് വലിയ സ്പേസ് കൊടുക്കാത്ത ഒരു ചെറിയ നിരാശയാണ്. വില്ലനായി എത്തിയ RJ ബാലാജി. സംവിധായകനായി ബാലാജി തിളങ്ങിയെങ്കിലും വില്ലൻ വേഷത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് അത്രത്തോളം പവർഫുള്ളായി തോന്നിയില്ല. സൂര്യയുടെ മാസ് സ്ക്രീൻ പ്രസൻസിന് മുന്നിൽ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ട്രോങ് വില്ലൻ ആക്ടിങ് കുറച്ചുകൂടി ആവശ്യമായിരുന്നു. പിന്നെ രണ്ടാം പകുതിയിലെ ലാഗ്. ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത ആ ഇമോഷണൽ കോർ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ വെറുമൊരു 1 man ഷോയായി മാറുന്നു. ഒരു പരിധിക്ക് ശേഷം കഥ എങ്ങോട്ട് പോകണമെന്നറിയാതെ സ്ക്രിപ്റ്റ് തപ്പി തടയുന്നത്, ലോജിക്കില്ലാത്ത ചില ആക്ഷൻ രംഗങ്ങൾ ചെറിയ രീതിയിൽ കല്ലുടിയാവുന്നുണ്ട്. ഇനി സിനിമയിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നോക്കാം. ഛായാഗ്രഹണം. ജവാൻ, മെർസൽ ഒക്കെ ചെയ്ത GK വിഷ്ണുവിൻ്റെ ക്യാമറ ഫ്രെയിമുകൾ അതിഗംഭീരമാണ്. റെഡ് ബ്ലോക്ക് ടോണിലുള്ള വിഷ്വൽസും സിനിമയ്ക്ക് വലിയൊരു മാസ് ലുക്ക് നൽകുന്നുണ്ട്. ഇനി സംഗീതം പറയുകയാണെങ്കിൽ സായി അഭയങ്കറിൻ്റെ പാട്ടുകളും BGM തിയേറ്ററിൽ രോമാഞ്ചം തരുന്ന ഒന്നാണ്. അഭിനയം. സൂര്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് പെർഫോമൻസുകളാണ് ഒന്ന്. പിന്നെ ഒന്ന് ഇന്ദ്രൻസ് ചേട്ടൻ്റെ തകർപ്പൻ വേഷവും. ചുരുക്കത്തിൽ കറുപ്പ് ഒരു പക്ക പെർഫെക്റ്റ് കൊമേഴ്ഷ്യൽ തിയേറ്റർ ഫീസ്റ്റാണ്. ലോജിക്കിനേക്കാൾ ഇമോഷൻസിന്, മാസ് എലമെൻറ്റ്സിന് മുൻഗണന നൽകുന്നവർക്ക് ഈ ചിത്രം വലിയൊരു വിരുന്ന് തന്നെയായിരിക്കും. OTTയിൽ വരുമ്പോൾ ഈ സിനിമ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് സംശയമാണ്. കാരണം ഇതിൻ്റെ BGM വിഷ്വൽസ് തരുന്ന എനർജി തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്നുള്ള സൂചന ഈ സിനിമ നൽകുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഒരു ഫുൾ ക്രൗഡിൻ്റെ ഒപ്പം വിസിലടിച്ചും ആർപ്പ് വിളിച്ചും ആസ്വദിച്ച് കാണുക. ഞാൻ ഈ സിനിമയ്ക്ക് 5-ൽ 5 റേറ്റ് നൽകുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.